ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഒരു നോസ് കോണ്ടോറിങ് ആട്ടോ. ഇത് ശരിക്കും ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ഹാക്കാ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് നമ്മളത് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ കോണ്ടൂർ ചെയ്യുന്നത് ഇപ്പൊ നല്ല തടിയ മൂക്കുള്ളവർക്ക്, അല്ലെങ്കിൽ സ്ലിം ആയിട്ട് മൂക്കുള്ളവർക്ക്, അല്ലെങ്കിൽ ഭയങ്കര കവിളുള്ളവർക്ക്, അപ്പൊ നമുക്ക് നമ്മുടെ ഫേസിനെ തന്നെ കോണ്ടോർ ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അതാണ് കോണ്ടോറിങ് എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര തടിയ മൂക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കംഫർട്ട് കാണത്തില്ല. അയ്യോ എന്റെ മൂക്ക് തടിച്ചതാ, അപ്പൊ എനിക്ക് മൂക്കുത്തി കുത്താൻ പറ്റത്തില്ല, എനിക്കൊന്നും ചേരത്തില്ല. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് എന്താണോ കിട്ടിയത് അതിൽ നമ്മൾ ഏറ്റവും സുന്ദരനാണ് സുന്ദരിയാണെന്ന് വിചാരിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ നമുക്ക് വൈറലായിട്ടുള്ള നോസ് കോണ്ടോറിങ് ഹാക്ക് നോക്കാട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു പാലറ്റ് വേണം. ഈ പാലറ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മതി. അപ്പൊ ഈ പാലറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാലറ്റ് എടുക്കുന്നു. ഇത് ഡെയിലി ഫോറവറിന്റെ ഒരു പാലറ്റ് ആട്ടോ. ഇതിലെല്ലാം ഉണ്ട്, കളർ കറക്റ്റർ, കൺസീലർ, അതേപോലെ തന്നെ ഫൗണ്ടേഷൻ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ കോണ്ടൂർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കോണ്ടൂർ ചെയ്യാൻ എടുക്കുന്ന ഷെയ്ഡ് നമ്മുടെ ഷെയ്ഡിനേക്കാളും 2 ഷെയ്ഡ് ഡാർക്കർ ആയിരിക്കണം എടുക്കുന്നത്. അതായത് ഇപ്പൊ എന്റെ കളറിനേക്കാളും 2 ഷെയ്ഡ് ഡാർക്കർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ അതൊന്നും നോക്കുന്നില്ല. അത്യാവശ്യം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കാൻ പോവാട്ടോ. അതിൽ കാണുന്നത് പോലെ. അപ്പൊ ഈ ഷെയ്ഡ് പറ്റില്ല, നമ്മൾ അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡ് എടുക്കാൻ പോവാട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. നമ്മുടെ നോസ് ഫുള്ള് ഇതേപോലെ തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഫോണിൽ നോക്കിയിട്ടൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കണ്ണാടി എടുത്തോണ്ട് വരട്ടെ ഗൈസ്. അപ്പൊ ഞാൻ എന്റെ കണ്ണാടി ഞാൻ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ജനലി ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ നോസിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ആക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് ഈ സൈഡിൽ എല്ലാം ഇവിടുന്നേ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മൂക്കുത്തി ഞാൻ ഊരുന്നില്ല, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഹാക്ക് ചെയ്ത് നോക്കുമല്ലേ. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നേക്കാളും അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചെടപടീന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അമ്മേ സോറി ഐസി, അമ്മ അപ്പുറത്ത് കിടന്ന് ഫോൺ വിളിക്കുക, അലച്ചു വരച്ച്. ഞാൻ അമ്മയപ്പോൾ വഴക്ക് പറഞ്ഞതാ. അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവല്ലോ എൻ്റെ മുഖത്തിനേക്കാളും ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് അതിൽ കണ്ട ഹാക്ക് പോലെ തന്നെ കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഹാക്കിൽ എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ കറക്റ്റ് മെത്തേഡേ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. കറക്റ്റ് കോണ്ടോർ ചെയ്യാൻ നമ്മൾ ലൈനൊക്കെ വരച്ചിട്ടാണ് കോണ്ടോർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ ഹാക്ക് എങ്ങനെയാണോ അത് തന്നെ കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൽ ബ്രഷും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബ്രഷൊക്കെ ചേട്ടായിട്ട് അവിടെ ഞാൻ ബ്രഷും കാര്യങ്ങളും ഒന്നും എടുത്തിട്ട് വന്നില്ല. ഇപ്പം ഞാൻ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ചെയ്യാമെന്ന്. ഇതാണ് മക്കളെ എൻ്റെ മുറി. ഞാൻ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് ഒക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു ഇൻസ്റ്റലേഷൻ ടേപ്പ് വെച്ചിട്ട് എൻ്റെ ഫോൺ ജനലിൻ്റെ കമ്പി ചുറ്റി വെച്ചിട്ട് കട്ടിലേ കയറി ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പുറത്ത് നല്ല ഇടിയുണ്ട് കേട്ടോ, ഇടിയത്താണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. നമ്മൾ കൺസീൽ ചെയ്യുമ്പോഴത്തേക്കും എടുക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്ഡിനേക്കാളും 2 ഷെയ്ഡ് ലൈറ്റർ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുക്കുക കേട്ടോ. അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, എങ്കിലേ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാം ഞാൻ കൈവച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൂക്കിന്റെ പാലത്തിൽ ഒരു വര വരയ്ക്കുക. ഇതിൽ കാണുന്നത് പോലെ മൂക്കിന്റെ പാലത്തിൽ ഒരു വര വരയ്ക്കുക. അതേപോലെ എടുത്തിട്ട് നമ്മുടെ സൈഡിലും ആക്കുക. ശരിക്കും അവർ ഈ സൈഡിൽ എന്തിനാ കോണ്ടോർ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെയും കൂടെ വരച്ചു കൊടുക്കുക. നമ്മൾ ബ്രഷ് ഇല്ല കേട്ടോ. ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. കൈ കൊണ്ടും ബ്ലെൻഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം നമുക്ക് നല്ല കട്ടി മൂക്കൊക്കെ ഉള്ളവർക്കേ ഈ ഹാക്ക് ശരിക്കും ഹാക്ക് അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കത് എൻ്റെ മൂക്കിൻ്റെ കട്ടി കൂടിയത് കുറച്ചുകൂടെ വിടർത്തിരിക്കുകയാണത്. അപ്പം നമുക്കിതെന്തായാലും ഇതിപ്പോൾ നമുക്ക് കോണ്ടോർ ചെയ്യുമ്പോൾ നമുക്ക് മൂക്കിൻ്റെ വീതി കൂട്ടാം, വീതി കുറയ്ക്കാം, മൂക്ക് വളയ്ക്കാം, എന്ത് വേണേലും ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുക.
ശരിക്കും എൻ്റെ മൂക്കിൻ്റെ നീളം വീതിയും കൂടിയില്ലേ? ഓക്കെ, പക്ഷെ അതിലവരുടെ ഒരു തടിയ മൂക്കായിരുന്നു കേട്ടോ. ആ തടിയ മൂക്ക് അവർ കുറയ്ക്കാനാണ് നോക്കിയത്. ഞാൻ എൻ്റെ കുഞ്ഞു മൂക്ക് കൂട്ടി. പക്ഷെ ഹാക്ക് അടിപൊളി കേട്ടോ. എൻ്റെ മൂക്കിൻ്റെ ഷേപ്പേ മാറിപ്പോയി, നല്ല തടിയ മൂക്കായി. നമുക്ക് കുറച്ചുകൂടെ സൈഡിലൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാം. അപ്പം ഈ ഹാക്ക് വന്നിട്ട് അടിപൊളി ഹാക്കാട്ടോ. കാരണം നിങ്ങൾ ഫസ്റ്റ് നോക്കിയാൽ മതി. ഫസ്റ്റ് എൻ്റെ മൂക്ക് ഇതേപോലെ അല്ല ഇരിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ മൂക്ക് വന്നിട്ട് കുറച്ച് സ്ലിം ആയിട്ടിരിക്കുന്ന മൂക്കായിരുന്നു. ഇപ്പം എൻ്റെ മൂക്ക് വന്നിട്ട് ഒരു തടിയ മൂക്കായിട്ട് മാറി. അപ്പം നമുക്ക് കോണ്ടോർ ചെയ്ത് മൂക്കിൻ്റെ ഷേപ്പ് എങ്ങനെ വേണേലും മാറ്റാം, വളയ്ക്കാം, തിരിക്കാം, എന്ത് വേണേലും ചെയ്യാം. പൊതുവെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത്ര അലച്ചു വാരി വീഡിയോ എടുക്കുന്നത്. ചേട്ടായിട്ട് അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ചമ്മല, ദൈവമേ എല്ലാവരും കേട്ടാലോ കളിയാക്കിയാലോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ഒരു ചമ്മലും ഇല്ലല്ലോ, അമ്മയും അച്ഛനും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ കുറച്ചിങ്ങനെ കൺട്രോൾ ചെയ്താൽ സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പം ഭയങ്കര എനർജിയിലാട്ടോ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഹാക്ക് വന്നിട്ട് എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ഹാക്കാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല തടിയ മൂക്കൊക്കെ ഉള്ളവർ. പിന്നെ ഞാൻ നിങ്ങളുടെ മൂക്കിനെ കളിയാക്കിയതും എടുത്തതും ഒന്നുമല്ല. നമ്മൾ എന്ത് മൂക്കാണേലും എങ്ങനെ ഇരുന്നാലും നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ സുന്ദരിയാണ്, ഞാൻ സുന്ദരനാണ്. പിന്നെ വേറെ ആരും എന്ത് കളിയാക്കിയാലും ഒരു വിഷയമില്ല. ഇപ്പം ഞാൻ മെലിഞ്ഞിട്ടായിരിക്കുന്നത്, ഓക്കെ എനിക്കത് പ്രശ്നമില്ല. പിന്നെ കാണുന്നവർക്ക് എന്താ പ്രശ്നം? കാണുന്നവർക്ക് പ്രശ്നം കാണും. നമ്മളത് മൈൻഡ് ചെയ്യാനേ പോലും. മൈൻഡ് ചെയ്താൽ നമ്മുടെ ജീവിതമേ ഫ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ കോണ്ടോറിങ് ആണ് ഇന്ന് പഠിച്ചത്. ഇത് പ്രോപ്പർ വേ ആയിട്ടുള്ള കോണ്ടോറിങ് അല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ, സീ യു, ബൈ.